പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനീപ് നമുക്കൊപ്പം ചേരുന്നു. ഇതെങ്ങനെയാണ് പി ടി എക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയത്? ഈ കുട്ടി ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ ക്ലാസ്സിൽ നടന്നിരുന്നു. അത് കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയത്തിലൂടെയാണ് കുഞ്ഞുകുട്ടി കടന്നു പോകുന്നതെന്ന് എങ്ങനെയാണ് തോന്നിയത്? അത് നമുക്ക് നേരത്തെ തന്നെ കുട്ടി നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എൽകെജിയിലാണെങ്കിൽ പോലും നന്നായിട്ട് ക്ലാസ്സിലൊക്കെ നല്ല പ്രസന്റ് ചെയ്യുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് കുട്ടിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു. അതേപോലെ കുട്ടിയുടെ ഡ്രസ്സിലൊക്കെ മുഷിഞ്ഞ ഡ്രസ്സുകൾ ഒക്കെ ധരിച്ച് സ്കൂളിൽ വരിക, ഭക്ഷണമൊന്നും കൃത്യമായിട്ട് കൊണ്ടുവരാത്ത അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മുടെ പി ടി എയുടെയും അതേപോലെ അധ്യാപകരുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടത്. അപ്പോൾ നമ്മൾ കുട്ടിയായിട്ട് ആദ്യം വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ രണ്ടാഴ്ച കുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ട്, ശാരീരികമായും മാനസികമായും മദ്യപിച്ചെത്തി ഉപദ്രവിക്കാറുണ്ടെന്ന് വിവരം കുട്ടി പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് കുട്ടിയെ സ്കൂളിൽ വിളിച്ചു വരുത്തി അവിടുത്തെ മുനിസിപ്പൽ യൂത്ത് കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രിയ അടക്കമുള്ള അധ്യാപകരുടെ സ്ഥാനത്ത് ഞങ്ങൾ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് കുട്ടി കൃത്യമായി ഈ വിവരം രണ്ടാനച്ഛൻ കാരണത്തടിക്കൽ അടക്കമുള്ള തരത്തിൽ ക്രൂരമായി ഉപദ്രവിക്കുന്നതായി കുട്ടി നമ്മോട് വിവരം പറഞ്ഞത്. അതേ തുടർന്നാണ് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. ഈ 5 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും ഈ കുട്ടിയുടെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ടോ? അതോ കൃത്യമായ രീതിയിൽ ആ പരാതിയിൽ ഇത് കൃത്യമായി എത്തിക്കാൻ കൂടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഈ വീഡിയോ അടക്കം, അല്ലേ? ഞങ്ങൾ കുട്ടി പറഞ്ഞുകൊണ്ട് മാത്രമല്ല, കുട്ടിയുടെ താമസിക്കുന്ന വീടിന്റെ പ്രദേശങ്ങളിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ പ്രദേശവാസികളെല്ലാം പറഞ്ഞത് രാത്രിയിലെല്ലാം കുട്ടിയുടെ ഭയങ്കരമായിട്ടുള്ള കരച്ചിലും നിലവിളിയെല്ലാം കേൾക്കാറുണ്ട്. കുട്ടിയുടെ അച്ഛൻ ഈ രണ്ടാനച്ഛൻ കുട്ടി ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം പ്രദേശവാസികളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് കുട്ടിയെ വിളിച്ച് സംസാരിച്ചത്. കൃത്യമായ എന്റെ വീഡിയോ, കുട്ടി പറയുന്നതിന്റെ വീഡിയോ അടക്കം ആണ് പോലീസ് ഞങ്ങൾ കൈമാറിയിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം കുട്ടി ആ വീട്ടിൽ ഒട്ടും സുരക്ഷിതമല്ല. ഈ അച്ഛൻ ആ വീട്ടിൽ താമസിക്കുന്ന കാലം കുട്ടി ഒരിക്കലും ആ വീട്ടിൽ സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഉത്തരവാദിത്വം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പി ടി എ വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ശ്രീ ദിനൂപ്, അതായത് ഈ കുട്ടിയുടെ അമ്മ എടുക്കുന്ന നിലപാട് എന്താണ്? ഈ പരാതി കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊരു പരാതി കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ അവരെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ എന്ത് നിലപാടാണ്? ഞങ്ങൾ കുട്ടിയുടെ അമ്മയായിട്ട് സംസാരിച്ചു. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വിഷയം ശ്രദ്ധയപ്പെട്ടപ്പോൾ അമ്മയായിട്ട് സംസാരിച്ചു. അപ്പൊ അമ്മ പറയുന്നത്, അമ്മ ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്യും, അമ്മ പറയുന്നത് അങ്ങനെ ഉപദ്രവിക്കാറില്ല എന്ന രൂപത്തിലാണ് പറയുന്നത്. ഇന്നലെ ഞങ്ങൾ കുട്ടിയെ സ്കൂളിൽ ഒന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അവർ എത്തുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് പോലും അവർ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് നിരന്തരമായി ബന്ധപ്പെട്ട ശേഷമാണ് അമ്മ കൊണ്ടുവരാൻ വേണ്ടി സംഭവിച്ചത്. കുട്ടി പറയുന്നത് അമ്മ ഉപദ്രവിക്കാറില്ല, പക്ഷേ അച്ഛൻ ഉപദ്രവിക്കുമ്പോൾ അമ്മ അച്ഛനെ ഇടയ്ക്ക് തടസ്സപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ അച്ഛനെതിരെ ഒരു പരാതി കൊടുക്കാൻ, ഈ നിലപാട് സ്വീകരിക്കാൻ അമ്മ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവർക്ക് വേറെ കുട്ടികളുണ്ടോ? അതായത് ഈ രണ്ടാനച്ഛനിൽ വേറെ കുട്ടികളുണ്ടോ? ഇല്ല, രണ്ടാനച്ഛനിൽ വേറെ കുട്ടികളുള്ളതായിട്ട് നമ്മുടെ അറിവിൽ ഇതുവരെ. ഈ ഒരു കുട്ടി മാത്രമാണോ ഉള്ളത്? അല്ല, ഇവർക്ക് മറ്റൊരു കുട്ടി, ഒരു വലിയൊരു മൂത്തൊരു മകൻ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോ ഈ അച്ഛനും അമ്മയും ഈ മകനുമായാണ്, ഈ കുട്ടിയുമായാണ് താമസിക്കുന്നത്. അതായത് ഇപ്പൊ ഈ പരാതി ഇപ്പൊ ഈ കുട്ടിയുടെ മൊഴിയെടുക്കാൻ വേണ്ടി കുട്ടിയെ കൊണ്ടുവന്നത് രണ്ടാനച്ഛനാണ്. അതായത് കുട്ടി ഇത്രയും ഒരു വിഷയം നിൽക്കുമ്പോഴും ഈ കുട്ടി തിരിച്ചു പോകുന്നത് ആ വീട്ടിലേക്ക് തന്നെയാണ്, ഇതെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഈ ആ വീട്ടിലുള്ള കുട്ടിയുടെ അവസ്ഥ ഏത് തരത്തിലായിരിക്കും എന്നുള്ളൊരു ഒരു കൺസേൺ കൂടെ നിങ്ങൾക്ക് കാണില്ലേ ഇപ്പോ? അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കുട്ടിയുടെ ഉത്തരവാദിത്വം ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഏറ്റെടുക്കുന്നത്. കാരണം ഇനിയിപ്പോ ഈ കുട്ടി ആ വീട്ടിൽ ഒട്ടും സുരക്ഷിതമായിരിക്കില്ല. കാരണം ഇത്തരൊരു പരാതി അടക്കം വന്ന സാഹചര്യത്തിൽ തീർച്ചയായും കുട്ടിയെ ഈ രണ്ടാനച്ഛൻ ഇനിയും തുടർന്ന് ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് പോലീസ് അധികാരികളുടെ അടക്കം പറഞ്ഞത് അടിയന്തര റിപ്പോർട്ട് കൊടുത്ത് കുട്ടിയെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി അടിയന്തരമായി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം കുട്ടിയുടെ അമ്മയ്ക്ക് ആ നിലയിൽ കുട്ടി അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നൊരു ബോധ്യം ഞങ്ങൾക്ക് സ്കൂൾ അധികൃതർക്കും പി ടി എക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ഒരുപക്ഷെ നിസ്സഹായമായിരിക്കും ആ വിഷയത്തിൽ. ചിലപ്പോൾ ഒരുപക്ഷെ അവരെയും ഈ രണ്ടാനച്ഛൻ ബാധിക്കുന്നുണ്ടാവാം. അത് എന്താണെങ്കിലും കുട്ടി ആ വീട്ടിൽ ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കുട്ടിയെ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ. ഓക്കെ, ഒന്ന് ദയവായി തുടരുക. ഇപ്പോൾ അനുപ്രിയ ചേർത്തല നഗരസഭ യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് കോർഡിനേറ്ററും ചേർന്നു. അനുപ്രിയ, നേരിട്ട് ഈ കുട്ടി നിങ്ങളോട് പറയുകയുണ്ടായി, അല്ലെങ്കിൽ വീഡിയോയിൽ കേട്ടതുപോലെ ഈ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചു. പക്ഷേ അതുകൊണ്ട് പിന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ മൊഴിയും ഇയാൾക്കെതിരെയാണ് നിൽക്കുന്നത്, രണ്ടാനച്ഛനെതിരായിട്ട്, അല്ലേ? അനുപ്രിയ, കേൾക്കാമോ? അനുപ്രിയയിലേക്ക് വരാം. ആ കോൾ കട്ടായി, നമുക്ക് അതിലേക്ക് വരാം. ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് ദിനൂപ്, ചെറിയ കുട്ടിയാണ്, അത് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരുപക്ഷെ വീണ്ടും ക്രൂരമർദ്ദനത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം, ഈ കുട്ടിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് പോലും ഇതിൽ ഉറപ്പുവരുത്താൻ എന്തെങ്കിലും ഒരു മോണിറ്ററിംഗ് സിസ്റ്റം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഈ മണിക്കൂറുകളിലൊക്കെ ഈ കുട്ടി എന്താണ്, എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ?
അഡ്വക്കേറ്റ് ദിനൂപിലേക്ക് ഓക്കെ നമുക്ക് വരാം. ശരണ്യ സ്നേഹജൻ, ശരണ്യ, നമ്മൾ അവരെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അതിലേക്ക് എത്തുമെന്ന് കരുതുന്നു. ശരണ്യ, ഇതൊരു വലിയ വിഷയം. ഈ കുട്ടി ഈ തരത്തിൽ പരാതി നൽകുന്നു, മൊഴി നൽകുന്നു. 5 വയസ്സുള്ള കുട്ടിയാണ്, എന്ത് ചെയ്യാൻ കഴിയും? ആ കുട്ടി വീണ്ടും ആ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ വീട്ടിലെത്തുമ്പോൾ ആ കുട്ടിയുടെ സ്ഥിതി എന്തായിരിക്കും? പ്രത്യേകിച്ച് ഇത്രയും കാര്യം തുറന്നു പറഞ്ഞതിന് ശേഷം ആ കുട്ടി എന്ത് അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുക എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട് പോലീസെങ്കിലും ആ വിഷയത്തിനകത്ത് കണ്ണു തുറന്ന് കാണുന്നുണ്ടോ? CWCയുടെ മുൻ CWC അംഗം ജലജ ചന്ദ്രനുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ കൈമാറിയിട്ടുണ്ട്. CWC ചെയർപേഴ്സൺ വസന്തകുമാരിക്ക് ഇത് കൈമാറും എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് അവരെ ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ദൃശ്യങ്ങളടക്കം നമ്മൾ അവർക്ക് കൈമാറിയിട്ടുണ്ട്. മറ്റൊന്ന് ചേർത്തല പോലീസിലാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചേർത്തല പോലീസ് ഇതിനകത്ത് എടുക്കുന്ന ഒരു ആക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത് ഈ കാര്യങ്ങൾ കുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ ആണ് PT അധികൃതർ പരാതി നൽകിയിട്ടുള്ളത്. കുട്ടി ഈ ഇത്തരം കാര്യങ്ങൾ ഒറ്റ മിനിറ്റ് ശരണ്യ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. വീണ്ടും അനുപ്രിയ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. യൂത്ത് കോർഡിനേറ്ററാണ്, ചേർത്തല നഗരസഭ യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് കോർഡിനേറ്റർ അനുപ്രിയയാണ് കുട്ടിയോട് സംസാരിച്ചത്. അനുപ്രിയ, ഈ കുട്ടി നിങ്ങളോട് തന്നെയാണ് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം? അതായത് ഈ തരത്തിലൂടെ ഈ 5 വയസ്സുള്ള ഒരു കുട്ടി പറയുമ്പോൾ അത് എത്രത്തോളം വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് പറയാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അപ്പോഴും ആ കുട്ടി കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങളെ അറിയിച്ചു അല്ലേ? നേരത്തെ ഇതിനു മുമ്പ് പലതവണ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചതാണ്. പക്ഷെ അതിന് അച്ഛനും അമ്മയും അനുവദിച്ചിരുന്നില്ല. ഇന്ന് നമ്മൾ വേറെ കാരണങ്ങളൊക്കെ പറഞ്ഞാണ് കുട്ടിയെ ഇന്നലെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കൊണ്ടുവന്നില്ല. ഇന്നലെ രാത്രിയിലും നിരന്തരമായി അവരെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ അവർ കുട്ടിയുമായി സ്കൂളിൽ വന്നത്. കുട്ടിയെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് ഉറപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അവൻ ഈ വിവരങ്ങൾ മുഴുവൻ നമ്മളോട് പറഞ്ഞത്. അവിടെ നിർത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തതുകൊണ്ട് അതായത് ഈ കുട്ടിക്ക് ഇനി അവിടെ അവർക്ക് ഈ കുട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ ഈ കുട്ടിയെ ഏറ്റെടുത്തോളാം എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് ഇത് പറഞ്ഞതെന്നാണോ? അതെ, കുട്ടി ഈ വിവരം പറഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് ഉറപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ്. കുട്ടിക്ക് നിങ്ങൾ ഉറപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ട്? അതെ അതെ അതെ. ഇതിലൊരു വിഷയം, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം വെളിയിൽ വരുന്നു, പുറത്തേക്ക് വരുന്നു, സ്വാഭാവികം ആ കുട്ടി വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. എന്താണ് ആ കുട്ടിക്ക് സംഭവിക്കുക എന്നുള്ളതിൽ വലിയൊരു ആശങ്കയുണ്ടല്ലോ. 5 വയസ്സുള്ള കുട്ടിയല്ലേ, എത്രത്തോളം? അവരൊരു ഒറ്റമുറി വീട്ടിലാണ് കഴിയുന്നത്. കൃത്യമായി ഭക്ഷണം പോലും കിട്ടുന്നില്ല. പല ദിവസങ്ങളിലും രാത്രിയിൽ ഞാൻ ആ വീട് നിൽക്കുന്ന പ്രദേശത്ത് പോയി പരിസരത്ത് താമസിക്കുന്ന ആളുകളുമായിട്ടും ഒക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കുട്ടിയെ നിരന്തരമായി പുറകെ പോകാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെയാണ് ഈ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇന്നാണ് ഈ കുട്ടിയെ നമ്മുടെ കയ്യിലേക്കൊന്ന് കിട്ടിയത്. ഇത് നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി കുട്ടിയെ ഇന്നാണെന്ന് കയ്യിലേക്ക് കിട്ടുന്നത്. അല്ല, പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞ ശേഷവും നിങ്ങൾ ആ കുട്ടിയെ അവരുടെ കൂടെ തന്നെ തിരികെ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അതിലൊരു വലിയ വിഷയമല്ലേ? ആ കുട്ടിയെ കുറഞ്ഞ പക്ഷം ആ സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താനുള്ള ആവശ്യമോ നേരിട്ട് പോലീസിൽ അറിയിക്കുമോ അങ്ങനെ എന്തെങ്കിലും വേണമായിരുന്നില്ലേ? പോലീസുമായി ബന്ധപ്പെട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ അവർ കൃത്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടിയെ അവരുടെ കൂടെ വിട്ടത്. നമുക്ക് കുട്ടിയെ ഇപ്പോ കൂടെ കൊണ്ടുവരുന്നതിൽ കുറച്ച് പരിമിതി ഉണ്ടല്ലോ. റൈറ്റ്, ഓക്കെ, നന്ദി. യൂത്ത് കോർഡിനേറ്റർ അനുപ്രിയാണ് പ്രതികരിച്ചത്. ഏതായാലും കുട്ടി ഇപ്പോൾ വീണ്ടും ആ രണ്ടാനച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് പോയിരിക്കുന്നത്. 5 വയസ്സുള്ള കുട്ടിയാണ്. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ശേഷം ആ കുട്ടിയോട് ഏത് തരത്തിലായിരിക്കും അവർ പെരുമാറുക എന്നുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇടപെട്ട PTA-യും നഗരസഭയുടെ യൂത്ത് കോർഡിനേറ്ററും അടക്കമുള്ളവർ എന്നുള്ളൊരു ആശ്വാസമാണ്. പോലീസിന് ഈ വിഷയം അറിയുകയും ചെയ്യാം. മറ്റു വാർത്തകൾ കൂടി നോക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം.